ഇടുക്കിയിലെ പട്ടയ വിതരണത്തിന് സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കാൻ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. പട്ടയത്തിന്റെ ആധികാരികത സ്പെഷ്യൽ ഓഫീസർ പരിശോധിച്ച് ഉറപ്പുവരുത്തണം. മൂന്നാർ ഉൾപ്പെടെ 15 പഞ്ചായത്തുകളിൽ നിർമ്മാണങ്ങൾ നിയന്ത്രിക്കാൻ നിർദ്ദേശമുണ്ട്. അനധികൃത നിർമ്മാണം തടയാനുള്ള മുൻ ഉത്തരവുകൾ പാലിക്കത്തിൽ സർക്കാരിനോട് കോടതി വിശദീകരണം തേടുകയും ചെയ്തു. എസ് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീകാന്ത്, ഇപ്പോൾ ഇങ്ങനൊരു നിരീക്ഷണം ഒപ്പം നിർദ്ദേശം, അതിന്റെ സാഹചര്യം എന്താണ്? കോടതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ നേരത്തെ ബോധിപ്പിക്കപ്പെട്ടിട്ടുണ്ട്? എന്താണ് കോടതി പറഞ്ഞത്? മൂന്നാർ കേസുമായി ബന്ധപ്പെട്ട് ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നാണ് ഇങ്ങനെ ഒരു ഉത്തരവുണ്ടായത്. ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ്, എസ് മനു എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. ഇടുക്കിയിലെ പട്ടയ വിതരണം, വ്യാജ പട്ടയം തുടങ്ങിയ സംഭവങ്ങൾ, റവന്യൂ രേഖകളിലടക്കം കൃത്രിമം നടത്തിയ കാര്യങ്ങൾ എന്നിവ പരിശോധിക്കാനാണ് സർക്കാർ അടിയന്തരമായി സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കേണ്ടത്. ജില്ലാ കളക്ടർക്ക് തുല്യമോ അതിനു മുകളിലോ റാങ്കുള്ള ഉദ്യോഗസ്ഥനാകണം സ്പെഷ്യൽ ഓഫീസർ എന്നാണ് കോടതി ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഈ മൂന്നാറിലെ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടും രൂക്ഷ വിമർശനം കോടതി ഉന്നയിച്ചു. 15 പഞ്ചായത്തുകൾ, അതിൽ മൂന്നാർ ഉൾപ്പെടെ 15 പഞ്ചായത്തുകളിലെ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം കൊണ്ടുവരണമെന്നും കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, എസ് ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.